It's my birthday, guys. Happy birthday. Guys, so എല്ലാവർക്കും വണക്കം, നമസ്കാരം, മാന്യ സദസ്സിന് വന്ദനം. എന്ത് കഷണ്ടിയാണോ ടുഡേ ഈസ് മൈ ഇന്ന് എൻ്റെ പിറന്നാളാണ്. കുറച്ച് പേർക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ മലയാളം എനിക്കറിയത്തില്ല, ഇട്ടപ്പോൾ കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, മനസ്സിലാവുന്നില്ല മലയാളം സംസാരിക്കാൻ. ഗൈസ്, നിങ്ങൾക്ക് 36 മിനിറ്റ് എൻ്റെ വീഡിയോ കാണാമെങ്കിൽ ഡെയിലി 10 മിനിറ്റ് നിങ്ങൾ ചിലവഴിച്ച് ഇംഗ്ലീഷ് ബേസിക്സ് പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കളിയാക്കി പറയുന്നതല്ല. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ലോങ് റൺ. നല്ലതാണ്. ഇറ്റ് വിൽ ബി ഗുഡ് ടു നോ. യെസ്, ഞാനും കുറച്ച് മലയാളം അറിയാം, പക്ഷേ ഐ നീഡ് ടു ഐ എം നോട്ട് ഫ്ലുവൻറ്റ്. ഐ എം നോട്ട് വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഐ ആം ഫ്ലുവൻറ്റ്. നല്ല മലയാളം അറിയാം, പക്ഷെ എനിക്ക് ചില ഘടികഠിനമായ വാക്കുകൾ എനിക്ക് പറയാൻ അറിയത്തില്ല. സോ യെസ്, സോ വെൽക്കം ടു മൈ ബർത്ത്ഡേ വ്ലോഗ്. വേറെ ഒന്നുമില്ല എന്ന് ചെയ്യാൻ. എൻ്റെ ബർത്ത്ഡേ വന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വെച്ചു. സോ ഇന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സും എൻ്റെ കുറു എനിവേ, സോ ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സും ക്ലോസ് പീപ്പിൾ. ഇന്ന് ഐ തോട്ട് എല്ലാവരും കൂടെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്ത് ഗെയിംസൊക്കെ കളിച്ച് പിരിയാമെന്ന്. ആക്ച്വലി ഞാൻ ഇവരെല്ലാവരും വിളിച്ച് ഗിഫ്റ്റിന് വേണ്ടിയായിരുന്നു. എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലും ചുമ്മാ കൈ വീശി തരാൻ പറ്റില്ലല്ലോ. എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടി ഓൾറെഡി. ഗിഫ്റ്റ് വ്ലോഗ് ഏത് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് ഗിഫ്റ്റ്സ് ഞാൻ ചെയ്യാം, നല്ലതായിരിക്കും. ഓൾസോ ചിലർക്ക് ഭയങ്കര ഇതായിരുന്നു. 36 മിനിറ്റ് കഴിഞ്ഞ വട്ടം വ്ലോഗിനായപ്പോൾ സോറി, ഇത് കൊതുക് അടിച്ചാണ് ഗൈസ്. കാം ഡൗൺ. എൻ്റെ വീഡിയോ ടൈമിങ് കൂടുതലായിപ്പോയി എന്നും പറഞ്ഞു. സോ ഇത് ഞാൻ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ ഞാൻ തീർക്കാൻ നോക്കുകയാണ്. പാർട്ട് 1 പാർട്ട് 2 സ്മാർട്ട്. സോ യെസ്, എൻ്റെ നൈറ്റിലാണ് ഇപ്പോൾ. ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്തു, ഞാൻ തന്നെ എല്ലാം ചെയ്തു. ഇനി ഐ ഹാവ് ടു ഗെറ്റ് റെഡി, ഡു മൈ മേക്കപ്പ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ട്, എല്ലാം സെറ്റാണ്. ഓക്കെ, സോ യെസ്, ഞാൻ പോയി റെഡി ആവട്ടെ. ഐ എം സോറി ഗൈസ്. അപ്പം ഞാൻ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡൺ ആയി. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ വീണ്ടും സുന്ദരി കുട്ടപ്പി വന്നിരിക്കുന്നു ഗൈസ്. കുട്ടപ്പി, ഹലോ. ഓക്കെ, സോ കുട്ടപ്പി ഇന്ന് വന്നിരിക്കുകയാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഇതെന്ത് ആംഗിളാ? ഷുട്ടുമണി, ഷുണ്ട്രി. ഹലോ ഗൈസ്, സോ ദിസ് ഈസ് മൈ റെഡി വേർഷൻ പെർഫ്യൂം. ഇതിൻ്റെ പേരൊന്നും തോന്നിക്കല്ല. ബാ, ഷീ ഹെൽപ്പ് മീ ഗെറ്റ് റെഡി. ഗേൾഹുഡ്. യെസ്, ഗേൾഹുഡ്. സോ ഇവിടെ അല്ല, മേളിലാണ്. മേളിൽ റൂമുണ്ട്. സോ അവിടെ നമ്മൾ ചെയ്യുന്നത് just cake cutting and 2-3 games and we are done. So yes, baru namak elam khanam guys. For വേറെ എന്തും, this is girlhood. ഇതാണ് എൻ്റെ മേക്കപ്പ് ചെയ്തതിൽ ഇത്രയും നല്ല വൃത്തിയായിട്ട് വന്നിരിക്കുന്നത്. So I think girls would understand this. Surprise. പാട്ട് മാറിപ്പോലും അറിയുന്നു. ഹൈ ഗൈസ്, സോ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ആൻഡ് ഐ എം വിത്ത് മൈ ഫ്രണ്ട്സ് റൈറ്റ് നൗ. നമ്മൾ എല്ലാം അടിച്ചു പൊളിക്കുകയാണ്. കാണിക്കട്ടെ വ്ളോഗില്. ശ്രേയസ്, ഹായ് ഗൈസ്. ദ തിങ് ഇസ്, ഞാൻ മറന്നുപോയി വേറെ വീഡിയോസ് എടുക്കാൻ. ഓക്കെ, നമുക്കിനി എന്തുവാ ഗിഫ്റ്റ് അൺബോക്സിങ്ങിനെ കാണാം. ബിക്കോസ് എനിക്ക് 3 ഗിഫ്റ്റാണ് കിട്ടിയത്. നമുക്കത് അൺബോക്സ് ചെയ്യാം. സോ അപ്പോൾ ഗൈസ്, പറഞ്ഞ പോലെ ഞാൻ ഗിഫ്റ്റ്സ് എല്ലാം അൺബോക്സ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഗിഫ്റ്റ് കുറച്ച് ഗിഫ്റ്റ്സ്. അപ്പോൾ ഐ തോട്ട് ഐ ജസ്റ്റ് ഷോ യു ഓൾ ദ ഗിഫ്റ്റ്സ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഗിഫ്റ്റ് വാസ് ദിസ്.
ലുക്ക് അറ്റ് ദിസ്. സോ എന്നെ അറിയുന്നവർക്കറിയാം ഹൗ മച്ച് ഐ ലവ് ഫ്ലവേഴ്സ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഗിഫ്റ്റ് ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ഇറ്റ് വാസ് എ സർപ്രൈസ് ആക്ച്വലി. എൻ്റെ വ്ളോഗിലുള്ള കഴിഞ്ഞ വ്ളോഗിലുള്ള 3 ഫ്രണ്ട്സ് ഞാൻ ഇറ്റലിയിൽ മീറ്റ് ചെയ്ത്, തിഥി, ശ്രുതി ആൻഡ് ബിഭ. ഇവർ 3 പേരും കൂടെ എനിക്ക് അയച്ചു തന്നതാണ്. ദേ ആർ ലൈക്ക് ഇൻ ബോംബെ. ആക്ച്വലി മൈ ഫേവറേറ്റ് ഫ്ലവേഴ്സ് ആർ എന്താ ട്യൂലിപ്സ് ആൻഡ് ലിലീസ്. ആൻഡ് പിയോണീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവേഴ്സ് ഉണ്ട്. ഇറ്റ്സ് റിയലി പ്രെറ്റി. ഇറ്റ്സ് ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. ബട്ട് പിങ്ക് റോസസ് ആർ ഓൾസോ ഇറ്റ് ഈസ് ഫൈൻ. എനി ഫ്ലവേഴ്സ് ഫോർ മീ. വീട്ടിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും വീടിൻ്റെ മതിൽ ഏതെങ്കിലും ഫ്ലവർ ഉണ്ടെങ്കിലും ഐ എം ഹാപ്പി. ആരെങ്കിലും തന്ന. പക്ഷെ അങ്ങനെ ആരും തരല്ല. കുഴപ്പമില്ല. ഐ ക്യാൻ ബൈ മൈസെൽഫ് ഫ്ലവേഴ്സ്. ഐ എം സോറി. ക്ഷമിക്കും. അതിൻ്റെ ഇടയിൽ ഒരു കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഹാപ്പി ബർത്ത്ഡേ, stay sexy, stay blessed and keep blessing us. Really want to thank them. They're going to see this video anyway. I'm speaking in English because they don't understand much Malayalam. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എനിക്ക് ഈ ഇത് തന്ന എൻ്റെ ഫ്രണ്ട്സിന് അധികം മലയാളം അറിയില്ല. സോ പ്ലീസ് കമൻസിൽ ആരും ഇടരുത് മലയാളത്തിൽ സംസാരിക്കണം എന്നും പറഞ്ഞു. എനിവേ, next gift is from my father. So another fact about me, എൻ്റെ തല മാത്രമേ ഉള്ളൂ. Okay, another fact about me is that I love poetries. എനിക്ക് ബുക്സ് ഞാൻ വായിക്കും, ബട്ട് ഐ എം ടു ലേസി ടു റീഡ് ബുക്സ്. അങ്ങനെ ഭയങ്കര പ്രൊക്കാസ്റ്റിനേഷനാണ് ഞാൻ. ലൈക്ക് ഐ പ്രൊക്കാസ്റ്റിനേറ്റ് എ ലോട്ട്. ഞാൻ ഇങ്ങനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ബട്ട് ഐ ലവ് poetries. അപ്പോൾ one of my favorite poet is Langleaf. ഞാൻ തുറന്നിട്ട് വരില്ല. ഇതൊക്കെ എൻ്റെ അച്ഛൻ തന്നതാണ്. താങ്ക് യു അച്ഛ, താങ്ക് യു സോ മച്ച്. സോ ദിസ് ഇസ് സാഡ് ഗേൾസ്. ദിസ് ഇസ് എ നോവൽ. എന്തായാലും പൊട്ടിക്കാം. Every birthday. So this is Langleaf. And this is Sad Girls by Langleaf. It's a novel. I think this is the only novel that she has. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Your first love isn't the first person you give your heart to. It's the first one who breaks it. എന്താ അല്ലേ? വാ, ഈ മലയാളം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം ഗൈസ്. വെയിറ്റ്. നിങ്ങളുടെ ആദ്യത്തെ പ്രണയം നിങ്ങളുടെ മനസ്സ് കൊടുക്കുന്ന ആദ്യത്തെ ആളല്ല, പക്ഷെ മനസ്സ് പൊട്ടിക്കുന്ന ആദ്യത്തെ ആളാണ്. വാവ്, സത്യങ്ങൾ മാത്രം. എനിവേ, നെക്സ്റ്റ് വൺ. ബൈ ദ വേ, എന്നെ കുറേ ഐ ഹാവ് ആങ്സൈറ്റി ഇഷ്യൂസ്. എനിക്ക് കുറേ നഖം കടിക്കും. ഐ ഹാവ് ദിസ് ഹാബിറ്റ് വിച്ച് ഇസ് ബാഡ്, ചീത്ത ഹാബിറ്റാണ്. ബട്ട് ഐ ഡിഡ് മൈ നെയിൽസ്. അപ്പോൾ രണ്ടുപേര് കമൻറ്റ് ചെയ്തു ലാസ്റ്റ് മേക്കപ്പിൻ്റെ വ്ളോഗിൻ്റെ അടിയിൽ ദാറ്റ് നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ട് നിർത്താൻ. സോ ഐ ഡിഡ് മൈ നെയിൽസ്. ഇത്രയും കാശ് കൊടുത്ത് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ നഖം കടിക്കില്ല. സേവിങ് മണി. ദിസ് ഇസ് മെമ്മറീസ് ബൈ അഗെയിൻ Langleaf. ഇതെന്തുവാ? ഞാൻ വായിച്ചിട്ടില്ല. അഫ്കോഴ്സ് ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ബുക്ക് തുറന്നുള്ള ഏറ്റവും ഇഷ്ടം ഈ എഴുതിയ ആൾക്കാർ ആർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും സെൻറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡായിരിക്കാം, അത് ഭയങ്കര എന്നെ ഇൻട്രീഗ് ചെയ്യും ഒരു ബുക്ക് വായിക്കുമ്പോൾ. ഞാൻ ആദ്യം നോക്കുന്ന ഇതാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഫോർ മൈക്കിൾ. വായിക്കാൻ പറ്റുമ്പോൾ നമുക്കറിയാം. ഇത് ഫോർ മൈക്കിൾ. Reading you has made me a better writer. Loving you has made me a better person. I love her. I love Langleaf. And this another book is The Universe of Us by Langleaf. This is the last book my dad gave me. Soul and mine as one. We fall nearer to the moon. We fly closer to the sun. Wow. ചില സമയത്ത് എനിക്ക് മനസ്സിലാവില്ല എന്താ പറയുന്നതെന്ന്. പിന്നെ ഞാൻ വീണ്ടും വായിച്ചു. I spoke 7 minutes about books. My friends are gonna kill me. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഒരു സാധനം 10 മിനിറ്റ് കൂടി സംസാരിക്കുന്ന ഇഷ്ടമല്ല. എനിവേ, നെക്സ്റ്റ് ഗിഫ്റ്റ്. This 2 canvases was given by my friend.
Dev. Anyway, thank you for this amazing gift. Recently ഞാൻ പെയിൻറ് ചെയ്യാൻ തുടങ്ങി, എസ്പെഷ്യലി ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് ഓയിൽ പെയിൻറ്റിങ്. എനിക്കിഷ്ടപ്പെട്ടു. അച്ഛൻ വരയ്ക്കും, അച്ഛൻ ഇസ് ഇൻ ദാറ്റ് ക്രിയേറ്റീവ് സൈഡ്. അപ്പോൾ എനിക്കത് കുറച്ച് കിട്ടി. അപ്പോൾ ഞാൻ വരയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്ക് സ്റ്റോറിയൊക്കെ ഇടും, അവന് മൈൻഡ് ചെയ്യാറില്ല. അമ്മ ഓക്കെ. സോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ്, ചിലർ ക്യാഷായിട്ട് തന്നു, ചിലർ എനിക്ക് വെസ്റ്റ് സൈഡിൽ ഗിഫ്റ്റ് കാർഡ് തന്നു. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്, സോ എനിക്കത് പോയി മേടിക്കാം. അപ്പോൾ ഐ തോട്ട് ഐ ഗോ ടു ലുലു ആൻഡ് ജസ്റ്റ് ബൈ സം ഗിഫ്റ്റ്സ് ആൻഡ് താങ്ക് ഗോഡ്, ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. എനിക്ക് എല്ലാവരും ചോദിച്ചു എന്ത് വേണം ചോദിച്ചു, പക്ഷേ എനിക്ക് ദൈവം സഹായിച്ച് എല്ലാം ഉണ്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് എവറിത്തിങ്. ആൻഡ് മനസ്സിൽ ലൈക്ക് ഐ വോണ്ട് ദിസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഐ ഹാവ് എവറിത്തിങ്. അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. ഐ എം ലക്കി ഇൻ ദാറ്റ്. അപ്പോൾ ക്യാഷ് വന്നു. അപ്പോൾ ഞാൻ പോയി മേടിക്കാമെന്ന് വെച്ചു. അമ്മയുടെ വേറൊരു ഫ്രണ്ട് ഓൾസോ ഡയറ്റീഷ്യൻ ലക്ഷ്മി ചേച്ചി എനിക്ക് കുറച്ച് ക്യാഷ് വന്നു. അപ്പോൾ ഞാൻ ഇത് H&M എന്ന് വാങ്ങിച്ചതാണ്. ഈ പാൻറ്റും H&M എന്ന് വാങ്ങിച്ചതാണ്. സോക്സ് കണ്ടോ ഗൈസ്? സോ ദീസ് ടു ഞാൻ ചേച്ചി എന്ന കാശ് വെച്ച് ഞാൻ മേടിച്ചു. ബാക്കി കുറച്ച് ക്യാഷ് ഉണ്ട്, കുറച്ച് ഞാൻ സേവ് ചെയ്യും. എന്നിട്ട് അത് ഞാൻ ഇങ്ങനെ സേവ് ചെയ്തിട്ടേക്കും. ഇൻ ദ ഫ്യൂച്ചർ എപ്പോഴാണ് ആവശ്യം വരണമെന്ന് അറിയത്തില്ല. ഈ ഇടയ്ക്കാട്ടോ ഞാൻ സേവിങ് ഒക്കെ ചെയ്യാൻ പഠിച്ചത്. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സേവ് ഗൈസ്. ഓ, അമ്മയുടെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചില്ല, വെയിറ്റ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അമ്മയുടെ ഗിഫ്റ്റാണ്. ഞാൻ പറയുന്നതിന് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഐ ആം കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും അങ്ങനത്തെ വല്ലതായിരിക്കും. നമുക്കല്ല ഫാഷൻ്റെ റിലേറ്റഡ് ഒന്നും തരാറില്ല. ദിസ് ഈസ് അമ്മാസ് ഗിഫ്റ്റ്. കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ല. എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, കാത്തു എന്നാണ് പേര്. ഷീസ് ലസാപ്സോ. പുള്ളിക്കാരിക്ക് 11 വയസ്സ് കഴിഞ്ഞു. ഇല്ല, ഇപ്പോൾ മുടി ഷേവ് ചെയ്തു. അവൾക്ക് ലസാപ്സോയ്ക്ക് പൊതുവേ ഭയങ്കര സ്കിൻ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്രൂമിൽ ഫുൾ ഷേവ് ചെയ്ത് കളയും, മുട്ടച്ചിയാക്കും. ഇതിൽ മുടിയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് മുടിയുള്ളതുപോലെ കാണാൻ തോന്നുമ്പോൾ മുടി ഇങ്ങനെ വളർത്തി വിടും. അപ്പോൾ എൻ്റെ പട്ടി 90% അങ്ങനെ ഇരിക്കുന്നത്, 95% അങ്ങനെ ഇരിക്കുന്നത് മുടിയുള്ളപ്പോൾ കാണാനായിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ മിക്ക സമയത്ത് സ്റ്റോറി ഇടാറുണ്ട്. എനിക്ക് ടാറ്റു ഉണ്ട്, എൻ്റെ ഫസ്റ്റ് ടാറ്റു വരുന്നു. അപ്പോൾ ദിസ് മൈ മോംസ് ഗിഫ്റ്റ്. ബ്രോ ഐ ക്രൈഡ്. ഈ പല്ല് കണ്ടോ? എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ അവളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ഈ പല്ല് കണ്ടോ, ഇതാണ് ട്രേഡ് മാർക്കെന്ന്. ഇത് കറക്റ്റ് അതുപോലെ ചെയ്തിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. ബാക്കി ഇനി ഒന്നെങ്കിൽ ഉള്ളു വെച്ച് കാണാം, അല്ലെങ്കിൽ ഞാൻ മേടിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഏത് കാത്ത പ്ലീസ് സ്റ്റോപ്പ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലുലു പോയി കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു. എല്ലാം മേക്കപ്പ് ഐറ്റമാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഹലോ ഇന്നലെ പോയി ലുലു നോക്കി. ബട്ട് ഇപ്പോൾ വെസ്റ്റ് സൈഡിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളക്ഷൻ തോന്നിയില്ല. വെസ്റ്റ് സൈഡിൽ മിക്ക സമയം നല്ല ഇൻട്രസ്റ്റിംഗ് കളക്ഷൻസാണ്. എസ്പെഷ്യലി ഇപ്പോൾ കുറേ നല്ല ബാഗ്സ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇന്നലെ പോയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. സോ ഐ എം സേവിങ് ഇറ്റ്. പിന്നെ ബർത്ത്ഡേ വെച്ചിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റം മേടിച്ചു. ഇന്നലെ ലുലു പോയിട്ട് ഞാൻ നൈക്കിയെന്ന് രണ്ടോ മേടിച്ചു. എനിക്ക് കുറച്ച് പേര് പറഞ്ഞു മൈ മേക്കപ്പ് ലുക്സ് വെരി റെഡ്, കുറേ ഭയങ്കര റെഡായിട്ടിരിക്കുന്നു. ആക്ച്വലി എല്ലാ മേക്കപ്പ് വ്ളോഗിൽ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, സാച്ചുറേഷൻ കൂടിപ്പോയി എഡിറ്റിങ്, അതെൻ്റെ തെറ്റാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഇതുവരെ ഞാൻ മേക്കപ്പിൽ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടില്ല. സോ ഞാൻ കുഷൻ ഫൗണ്ടേഷൻ ഞാൻ കെ ബ്യൂട്ടിയിൽ നിന്ന് മേടിച്ചു. ആൻഡ് ഒരു ഇതെന്തുവാ ബ്ലഷ് പോട്ട് ഇത് മേടിച്ചു നയിക്കുന്നു. സോ ഇത് നോക്കാം. മറ്റേ പുഡിംഗ് പോലത്തെ എന്തൊരു സംഭവം. ഐ തിങ്ക് ദ ടെക്സ്ചർ ഇസ് വെരി എന്താ മൂസ് ടൈപ്പാണ് ഇതിൻ്റെ. ദ തിങ് ഇസ് എപ്പോഴും അവളുടെ വിചാരം
ഈ സൗണ്ട് കേട്ട മുട്ടായി കഴിക്കുവാണെന്ന് വിചാരം. ഇപ്പം നമുക്ക് വീട്ടിൽ മുട്ടായി കഴിക്കാനേ പറ്റില്ല. ലൈക്ക് റാപ്പ് തുറക്കുമ്പോൾ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും. അവളുടെ വിചാരം നമ്മൾ മുട്ടായി കഴിക്കാമെന്ന്. മുട്ടായി അല്ല അമ്മ. പക്ഷെ എൻ്റെ അമ്മൂമ്മ പറയും, അയ്യോ അവളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് കൊടുക്കാൻ തോന്നും എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മയൊക്കെ കുറേ കൊടുക്കും. പക്ഷെ ഞാൻ കൊടുക്കാറില്ല. കുറേ ഇല്ല, കുറച്ച്. ഇത് കുറേ കൊറിയൻ എന്താ സംഭവത്തിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് വൈസോ വിപ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. വെരി ക്യൂട്ട്, ലുക്സ് വെരി ക്യൂട്ട്. ദിസ് ഈസ് ദ ഷെയ്ഡ്. ഇത് എവിടെ ക്യാമറ? ഇത് അല്ല, നൈസ്. സോ ഇത് ലിപ്സിലും ചീക്കിലും എല്ലാം ഉപയോഗിക്കാം. സോ ഞാൻ വേറൊരു മേക്കപ്പ് വ്ലോഗിൽ ഞാൻ ഇത് ഇട്ട് കാണിക്കാൻ, ഇട്ട് കൊളവാക്കുന്നില്ല. നെക്സ്റ്റ് cushion foundation, guys. It's in the shade 18 teen. This is 18 OY deep. Usually ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല, ഞാൻ പറഞ്ഞ പോലെ ഓൺലി കൺസീലേഴ്സ്. പക്ഷേ I think it's high time. I think it's high time that I use foundation. So ഞാൻ കുറച്ച് വ്യത്യസ്തമായി വല്ലതും ചെയ്യാമെന്ന് വെച്ചു. So that's why ആദ്യം Kata? Okay, so this is the shade. So അതുകൂടാതെ ഞാൻ നൈക്ക ആപ്പ് വഴി ഞാൻ മേടിച്ചു മേബിലിൻ്റെ ഐലൈനർ. കൊള്ളാം. പിന്നെ എനിക്ക് റെഡ് ലൈനർ വേണമെന്നുണ്ടായിരുന്നു. ഡു യു സീ? I want it like a eyeliner പോലെ. Nice. Mars lip liner. I love Mars lip liners. It's very cheap and it's really good. It's in the shade 10 exotic brown. But it has literally pink shade. Anyway, the final thing that I got is Mars in the blush. I love Mars. It's very affordable and it's really nice. Trust the process, guys. Easily blendable. I love Mars. And the shade is Dusk Blush Hour. Anyway, so these are my birthday gift എന്ന് വേണമെങ്കിൽ പറയാം that I got. These are my birthday gifts and this is the end of my birthday vlog. Even though vlog ഇറങ്ങുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും after birthday, I'm pretty sure. Birthday/post birthday vlog. So thank you guys for watching. നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്ത് ചെലവഴിച്ചതിന് വളരെ നന്ദി. ബൈ. ടാറ്റാ ടാറ്റാ. കൊന്ത്രപ്പള്ളി മൂക്കാണെന്ന് നിങ്ങൾക്ക്. സോ അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. ബൈ. സൈൻ ഓഫ്. എനിക്ക് ബായ പറയാൻ അറിയത്തില്ല ഗൈസ്. ടാറ്റ.